കാറ്റിനു പൊൻകുട ചൂടിയാലോലം താളലയങ്ങളിലാടി താഴം പോ തഴുകും കുളിർക്കാറ്റിൻ കൈകളിൽ അറിയാതെ നീ ഏതോ തീരം തേടുന്നു. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട തളിരാട കാണിക്കയായി തന്നു. കൂടേറാൻ പ്രാവെല്ലാം പാടി പോകേ. കാടാകെ കാവടിയാടുകയായി തന്നാനം കാനനമൈനകൾ പാടി സന്ധ്യ പോയി മറയും വനവീഥി പൂവിടും സ്മൃതിരാഗമായി കാറ്റിൻ നെഞ്ചിൽ ചായുന്നു. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട തളിരാട കാണിക്കയായി തന്നു. കൂടേറാൻ പ്രാവെല്ലാം പാടി പോകേ. ലാ 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 ആഹാ. ഇഷ, നമസ്കാരം. നമസ്കാരം. നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാം കാണാറുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ എന്തായാലും സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക്. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. അതെ. അപ്പോൾ ഈ പാട്ട് മേഖല വല്ല മ്യൂസിക് പഠിക്കുക അങ്ങനെ എന്തെങ്കിലും? മ്യൂസിക് പഠിച്ചിട്ടൊന്നുമില്ല. മ്യൂസിക് ചെറുപ്പം മുതലേ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പഠിച്ചിട്ടില്ല? ഇല്ല ഇല്ല. പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ട്? പ്രോഗ്രാം ചെറുതായിട്ടൊക്കെ. ഓക്കെ. നാട്ടിൽ തന്നെ? അതെ അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡും മോളും ഞാനും മാത്രമേ. എന്താ ചെയ്യണം ഹസ്ബൻഡ്? ഹസ്ബൻഡ് കാർപ്പൻ്ററാണ്. മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുക. പാട്ടുകാരെങ്കിലും പാടും വീട്ടില്? വീട്ടിലെ അനിയൻ പാടും. എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്. അതെ. കറക്റ്റ് സ്ഥലം? എൻ്റെ കറക്റ്റ് സ്ഥലം കുറ്റിപ്പുറം മൂടാല് പറയും. മൂടാല്. ഹസ്ബൻഡിന്റെ വീട് എടപ്പാള്. ഞങ്ങളിപ്പോ അവിടെ സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ചിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ഏത് തരം പാട്ടിനോടെ കൂടുതൽ നമുക്ക് ഇഷ്ടം? ഒരു മെലഡി സോങ് എല്ലാം ഇഷ്ടാ. ഫാസ്റ്റ് ഗാനങ്ങളൊക്കെ പാടാറുണ്ട്? ഗാനമേള വേദികളൊക്കെ പോകുമ്പോൾ ഫാസ്റ്റ് ഗാനങ്ങൾ പാടാറുണ്ട്. അതുപോലെ നമ്മൾ ഇന്ന ഒരാളെ ഗാനം, അതായത് ഇപ്പോ ഈ ചിത്ര, അതുപോലെ തന്നെ ജാനകി അമ്മ, അങ്ങനെയുള്ള ആരാണ് നമുക്ക് ഇഷ്ടപ്പെട്ട? ഇത് ആരുടെ കൂടുതൽ ഗാനങ്ങൾ കൂടുതൽ പാടാൻ കുറച്ചും കൂടി എനിക്കൊരു കൂടുതൽ പാടാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് സുജാത. കൂടുതൽ പാടാറുണ്ട്. പാടാന് പഴയ പാട്ട് പുതിയ പാട്ടൊക്കെ പാടാറുണ്ട്? പുതിയ പാട്ട് പാടാറുണ്ട്. പഴയ പാട്ടും പുതിയ പാട്ടും എല്ലാ പാട്ടും പാടാറുണ്ട്. പാടാൻ ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും നന്നായി. നമുക്ക് പ്രോഗ്രാമിന് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കിട്ടുമ്പോൾ പരമാവധി നമ്മൾ പോവാ, കയറി പാട്. നമുക്ക് എക്സ്പീരിയൻസ് ആണ് പാടിയിട്ട് നമ്മൾ പാടി തെളിയാന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു പാട്ട്. പിടയും നോരൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി. മിഴിനീരു പെയ്ത മാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി. മനം പകുത്തു നൽകിട കുറുമ്പു കൊണ്ടു മൂടിട അടുത്തു വന്നിട കൊതിച്ചു നിന്നിട വിരൽ കൊരുത്തിട സ്വയം മറന്നിട
ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാ. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ കാത്തുനിന്നു മിഴി നിറയേ. ജിഷ നന്നായിട്ട് കേട്ടോ. മാക്സിമം ജിഷയുടെ മാക്സിമം പരിധിക്കുള്ളിൽ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാട്ടുകൾ. ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമല്ല, പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പാടുന്നതാണ്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അല്ല, അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ജിഷ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ, സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. ഈ കൂടുതൽ സ്റ്റേജിലും അങ്ങനെ കയറില്ല. കൂടുതൽ അടുക്കളയിൽ നിന്ന് പാടിയ അറിവുകളാണ് കൂടുതൽ, ഒതുങ്ങി നിന്ന് പാടുക. ഒരുപാട് കലാകാരികൾ ഇതുപോലെ ഉണ്ട്, നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നിട്ട് പാടിയിട്ട് ഉള്ള ആൾക്കാർ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, അവരൊക്കെ കണ്ടെത്തുക, അവരെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം കൂടി ഉണ്ടാവും. അതും കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാനലിന്റെ ലക്ഷ്യം. കുഴപ്പമില്ല കേട്ടോ, എല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരാവില്ലല്ലോ. ഇനി ചിലപ്പോൾ അടുത്തതിനൊക്കെ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും ബെറ്ററായിട്ട് ജിഷയ്ക്ക് പാടാൻ പറ്റും. അപ്പോൾ എന്തായാലും സന്തോഷം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് തന്നൊരു. ഓക്കെ, അപ്പോൾ അടുത്ത വട്ടം നമുക്കിതുപോലെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വരാം.